പറയട്ടെ പറയട്ടെ. അപ്പൊ കൂട്ടുകാരെ പറഞ്ഞില്ല. നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ ശാലീന ടീച്ചറിന്റെ നിത്യതി നൃത്ത നാട്യ കലാലയിലേക്ക്, ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും ഞങ്ങളുടെ എന്റെയും നിത്യതി മക്കളുടെയും ഹൃദയം നിറഞ്ഞ കാർത്തിക ദിനാശംസകൾ. അപ്പം ആദ്യം തന്നെ 2 കാര്യം അങ്ങ് പറയാവേ. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾക്കും ഓക്കെ, നിത്യതിയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ, ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ ക്ലാസ്സുകൾക്കും ഇല്ല പറയൂല ഓക്കെ, ഡാൻസ് സ്പോൺസർ ചെയ്യാനുമായിട്ട് ദേ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഉറപ്പായിട്ടും താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ കൂട്ടുകാരുടെ ഉള്ള സത്യം അങ്ങ് പറയാം, നമ്മൾ മറ്റന്നാളാണ് ഇത് വെച്ച് അല്ലേ, കാർത്തികയെന്ന് വെച്ച് ഇന്ന് പെട്ടെന്നാണ് ഭൂതോദയം ഉണ്ടായി, പെട്ടെന്ന് ഒരു അറിവിൽ നാളെയാണ്. ഇത് ആദ്യമായിട്ടാണല്ലേ സാധാരണ എല്ലാം 2 ആഴ്ച മുമ്പേ ഷൂട്ട് ചെയ്തിടുന്ന രീതിയാ. ഇതിപ്പം കാണുന്ന ഇന്നലെ എന്ന് പറയാം, അതായത് ഇപ്പൊ ഓൾറെഡി വീഡിയോ വന്നല്ലോ, അപ്പൊ ഇന്നലെ രാത്രി എടുത്തു. അതും എല്ലാം കൂടി 7 മണിക്ക് തീരുമാനിച്ചു, പെട്ടെന്ന് വന്നു, ക്ലാസ് എങ്ങനെയൊക്കെ ചെയ്ത് എന്തൊക്കെയോ സംഭവിച്ചു. ഒരു 15 മിനിറ്റ് പോലും കിട്ടിയില്ല. അതല്ല, സമയം പറയുന്നില്ല. ഇതിപ്പോ ഒറ്റ ടേക്കിലാണ് ഫുൾ എടുക്കുന്നതെങ്കിൽ ഞാൻ ഇടയ്ക്ക് ചില ഷോട്ടുകളും കൂടെ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. സ്റ്റാർട്ടിങ് ടു ഒരിക്കൽ കൂടി നമ്മുടെ കൂട്ടുകാർക്കെല്ലാം കാർത്തിക ദിന ആശംസകൾ. ഹൃദയം തകർന്ന് പേടിച്ച് നിൽക്കുവാന്നറിയാം, കാര്യം പ്രാക്ടീസ് പോലും സമയം കിട്ടിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി പെട്ടെന്ന് ചെയ്തൊരു സമ്മാനമാണ്. ഓക്കെ, റെഡി മക്കളെ? ടെൻഷൻ വേണ്ട, ഒറ്റ ടേക്കിൽ മോള് ഒക്കുന്ന കണക്കൊക്കെ ചെയ്തോ? എനിക്കറിയാം ഒന്നും ചെയ്തിട്ടില്ല. ഒക്കുന്ന സ്പോട്ടിൽ അങ്ങ് ചെയ്തോ, എന്നിട്ട് ഞാൻ പല ടേക്ക് എടുക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ക്ലിയർ ആയിക്കോളൂ. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ അത് ഓക്കെ ആയിക്കോളൂ. മോള് ചെയ്തോ. ശശികല ചാർത്തിയ ദീപാവലയം നം തനനം 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 നം നിശയൊരു കാർത്തിക വർണ്ണാഭരണം നം തനനം 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 നം കളനൂപുര സിഞ്ചിത രഞ്ജിത മേളം തനനനനനന തനനം തൊഴു കൈത്തിരി നെയ്ത്തിരി വിടരും യാമം തനനനനനന തനനം വരമരുളു പൊരുളു ഉയരും ഉണരും ദേവി തനനം തനനം തനനനം തനാനനതം തനനനം തം തനനനം തനാനനതം തനനനം തം തനനനം തനാനനതം തനനനം സനി സദാ സമാഗമനി പദമപ ലക്ഷ്മി കോലം പറയുന്ന നേരം തളിരിളം ചുണ്ടിൽ ഉയരുന്നു മന്ത്രം കാർത്തികരാവിൻ കന്മദഗന്ധം ചാർത്തി ദേവിയെ നാം ഒരുക്കി താരണിത്താഴ്വര ചിരി തൂകി തഴുകി ഒഴുകി ഇളം തെന്നൽ പഞ്ചമരാഗം സഞ്ചിത താളം നിൻ കാഴ്ചിലങ്കകൾ നാഗവീചികൾ തെരുതെരി കിലുകില ചിലുചില ദേവി തം തനനനം തനാനനതം തനനനം തം തനനനം തനാനനതം തനനനം തം തനനനം തനാനനതം തനനനം തം തനനനം തനാനനതം തനനനം
രാഗരാജികൾ തിരുതിരി കിലുകില ചിലു ചില ദേവി തം തനനം തനനം തം തനനം തം തനനം 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 ശശികുല ചാർത്തിയ ദീപാവലയം തം തനനം തനനം നിശയൊരു കാർത്തിക വർണ്ണാഭരണം നം തനനം 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 കളനൂപുര ശിഞ്ചിത രഞ്ജിത മേളം തനനനനനനന തനനം തൊഴു കൈത്തിരി നെയ്ത്തിരി വിടരും യാമം തനനനനനന തനനം പരമരുളു പൊരുളു ഉയരും ഉണരും ദേവി തനനം തനനം നം 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 തം തനനനം തനാനന തം തനനനം തം തനനനം തനാനന തം തനനനം തം തനനനം തനാനന തം തനനനം నిసని సదా సమాగపామని పగామపా. നമ്മുടെ ഇത്രയും നാളത്തെ മീൻസ് ഇത്രയും നാളെ നിങ്ങൾ ചെയ്ത നൃത്തങ്ങളിൽ ഇത്രയും വേഗം ചെയ്ത ഒരു ഡാൻസും ഇല്ലല്ലേ? സ്പോട്ടിൽ അങ്ങ് ചെയ്താൽ മതി. ഒന്നും പ്രാക്ടീസ് ഇല്ല, പാട്ടിട്ട് ചെയ്തു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിപ്പോ ഒറ്റ ഷോട്ടിൽ മൊത്തം എടുത്തെങ്കിൽ ഇപ്പം ഓൾറെഡി നമ്മുടെ കൂട്ടുകാരൊക്കെ കണ്ടു കഴിഞ്ഞ് കാണും. പക്ഷെ അതിലിപ്പോ കുറെ ടേക്കുകൾ ആഡ് ചെയ്ത് കാണും. ചേച്ചി അത് ഇനി ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യത്തേ ഉള്ളൂ. പക്ഷെ മക്കളെ നല്ലതായിട്ട് വേണേ ഈ ഒറ്റ ഷോട്ടിൽ അത് തന്നെ ഇടാം. പക്ഷെ എന്നാലും 2-3 കാര്യങ്ങളും കൂടെ വിളക്ക് കൊളുത്തിയുള്ള കുറച്ച് സാധനങ്ങളുടെ അതിലിപ്പോ കടന്ന് കഴിഞ്ഞ് കാണും. അപ്പൊ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇത്രയും പെട്ടെന്ന്, അതായത് നമ്മളൊരു പെട്ടെന്നുണ്ടായി ഒരു അബദ്ധം വെച്ചാൽ അല്പം ലേറ്റായി പോയ കാരണമുള്ള തിരിച്ചറിവിൽ കാർത്തിക നാളെ എന്നോർത്ത് രാത്രി ഓടി വന്ന് സ്പോട്ടിൽ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി കൊടുത്ത നല്ലൊരു സമ്മാനമാണിത് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു അനാമിക മോളെ? സൂപ്പർ ആയിരുന്നു, നല്ലതായിട്ട് ചെയ്ത്. എനിക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ചെയ്ത്. അതാ ശ്രീലക്ഷ്മി അതിന്റെ ഇടയിൽ പോയി കയ്യെന്ന് പോയി തിരിഞ്ഞു നിന്നിട്ട് പോയി ഇതിന്റെ ഫ്രണ്ട് നിന്ന് ചിരിച്ചിരിച്ച് കളിക്കുമായിരുന്നു. പക്ഷെ എല്ലാവരും നല്ലതായിട്ടാ ചെയ്തത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീലക്ഷ്മി മോളെ? അനാമിക പറഞ്ഞതുപോലെ മൊത്തം കയ്യുന്നു പോയി. ഞാനിവിടുന്ന് പോയി ചേച്ചി പോയി. എനിക്കൊരു ആഗ്രഹമായിരുന്നു ഇത് കാർത്തികയ്ക്ക് തന്നെ ഇങ്ങനെ ഇടണമെന്ന്. അതുകൊണ്ട് അങ്ങനെ അങ്ങ് പെട്ടെന്ന് ചെയ്യിച്ച കുഴപ്പമില്ല. കാര്യം അതൊരു ശിക്ഷയും കൂടെ. എന്തിനാ മറന്നത്? അല്ലേ, ഞാനല്ലേ മറന്നത് അല്ലേ? അപ്പൊ അതിനുള്ള ശിക്ഷയാണ് എനിക്ക്. അല്ല, നിങ്ങളെ ഇട്ട് വിഷമിപ്പിക്കും. അതാണ് പറഞ്ഞത്, നിങ്ങളെ വിഷമിപ്പിക്കുമ്പോഴുള്ള ശിക്ഷ എനിക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു മീനാക്ഷി മോളെ? നന്നായിട്ടുണ്ടായിരുന്നു ചേച്ചി. എല്ലാവരും നമ്മൾ 4 പേരും നന്നായിട്ടാ ചെയ്തതെന്ന് എനിക്ക് തോന്നി. ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഈ രാത്രിയും കൂടെ ആയതുകൊണ്ടേ എല്ലാവരും നല്ല ആസ്വദിച്ച് കളിച്ചു. ആ ഒരു സോങ്ങിന് ചേരുന്ന രീതിയിൽ കളിച്ചു. അഭിരാമി നല്ലതായിട്ട് ചെയ്ത്. എനിക്ക് ഒരു സ്ഥലത്ത് മാത്രം വേറെ കളിച്ചെന്നേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമൊന്നുമില്ല. ബാക്കിയെല്ലാം അടിപൊളിയായിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു അഭിരാമി മോളെ? അഭിരാമി മോളെ നേരത്തെ കരഞ്ഞല്ലോ, കൂട്ടുകാരോട് പറ എന്തിനാ കരഞ്ഞേ? അത് സംഭവം ശ്രീലക്ഷ്മി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞ് എടി ഞാൻ അറിയാണ്ട് നിന്റെ പോഷൻ പഠിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പാവ അവൾ ഇത്രയും കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്തിട്ട് വരയില്ലേ. ഞാൻ പറഞ്ഞു ശരി കുഴപ്പമില്ലടി നിന്റെ പോഷൻ ഞാൻ പഠിച്ചു. ഈ പറയുന്നേക്കെ ഒരു 5-6 മിനിറ്റിനകത്തുള്ള കാര്യമാണ്. അവര് അങ്ങനെ ഞാൻ ഈ ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഫസ്റ്റ് കിടന്നത് ഇവളുടെ പേര് എന്റെ മനസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് വന്ന്. അപ്പൊ ഞാൻ നോക്കുമ്പോഴെല്ലാം ശ്രീലക്ഷ്മി എന്നാണ് കാണുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് കറക്റ്റ് ഒരുങ്ങിതാ ഇവിടെ വന്ന് നിന്നപ്പോഴത്തേക്കും ഫസ്റ്റ് ഞാൻ വന്നിങ്ങനെ ഇരുന്നപ്പം മീനാക്ഷി വന്നിട്ട് ചോദിച്ചു നീ എന്തിവിടാ? അപ്പൊ ഞാനല്ലേ. അപ്പൊ പറഞ്ഞു ഫസ്റ്റ് ഞാനാണ്. അപ്പൊ എന്റെ ഹൃദയം അങ്ങ് തകർന്ന്. പിന്നുള്ള വരി എനിക്ക് അറിഞ്ഞൂടാ. ആദ്യത്തെ ആ ഒരു നൊന്തൽ മാത്രമേ അറിയൂ, പിന്നുള്ള വരി ഒന്നും അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ ഇങ്ങനെ വല്ലാണ്ടായിപ്പോയി. പിന്നെ എന്തോ ചെയ്യണേ, എന്തോ ചേച്ചിട്ട് പറയുമെന്നൊന്നും അറിയാൻ വയ്യാണ്ടാണ് ഞാൻ കരഞ്ഞത്. അഭിരാമി മോളെ ചേച്ചിക്ക് മനസ്സിലായി, നമുക്കെല്ലാം മനസ്സിലായി, പക്ഷെ കൂട്ടുകാർക്ക് മനസ്സിലായി കാണില്ല. ഓക്കെ, അത് നമ്മുടേത് മാത്രമായ ഒരു ടെക്നിക്കാണ്. ഓക്കെ, അല്ല മോള് പറഞ്ഞതിന്റെ അല്ല, പെട്ടെന്ന് അത് മനസ്സിലാവില്ല കറക്റ്റ് എന്താണ് സംഭവിച്ചത്. എന്തായാലും അഭിരാമി മോള് കരഞ്ഞു, എന്നിട്ട് കൈ നിന്നിട്ട് കളിച്ചു. എന്തോ മോളെ? മൈക്ക് ഓൺ തന്നല്ലേ? മൈക്ക് ഓണാണ്. ഓക്കെ, ശരി. അപ്പോഴേ നമ്മുടെ കൂട്ടുകാർക്കെല്ലാം നല്ല ഹൃദയം നിറഞ്ഞ ഒരു കാർത്തിക ദിനാശംസകൾ. ഇനിയിപ്പോൾ വൈകിട്ട് എല്ലാവരും നല്ലതായിട്ട് പുഴുക്കൊക്കെ അല്ലേ, എല്ലാം കിഴങ്ങ് വർഗം എല്ലാം നല്ലതായിട്ട്. നല്ല സന്തോഷമാണ്. അല്ല, എനിക്ക് ഏറ്റവും സന്തോഷം തീറ്റിയാ. അതെ, എല്ലാം കാച്ചില്, ചേമ്പ്, നനകിഴങ്ങ്, ചെറുകിഴങ്ങ്, അരിയോ, ഒരുപാട് ഇതൊക്കെ ചെയ്യും.
പോരെ അല്ല മക്കളെ എന്നെ ബേസ് ഏറ്റവും പ്രധാനം തീറ്റിയാ അത്. രാത്രിയെ ചെയ്ത് തുടങ്ങുമല്ലോ വീട്ടിലൊക്കെ നാളത്തേക്കുള്ള. അപ്പൊ നമ്മുടെ കൂട്ടുകാരെല്ലാം സന്തോഷത്തോടെ കാർത്തിക ആഘോഷിക്കട്ടെ. എല്ലാവർക്കും എല്ലാ ഐശ്വര്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യതയിലെ അതുകൊണ്ട് ഇതും കൂടെ അങ്ങ് പറഞ്ഞിട്ട് പോവാം. അതെ അതെ, സിദ്ധിക്കും ജനയ്ക്കും ഇങ്ങ് എത്താനുള്ളൊരു സാഹചര്യം പോലും കിട്ടിയില്ല. അങ്ങനെ ചെയ്ത ഒരു കാര്യമാണിത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്, ക്ലാസിക്കൽ സെമി ക്ലാസിക്കലിന്റെ ഓൺലൈൻ ക്ലാസ്സിനും നൃത്തം സ്പോൺസർ ചെയ്യാനും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് താല്പര്യമുള്ളവർ ഉറപ്പായിട്ട് മെസ്സേജ് ചെയ്യുക. ഓക്കെ, ഇളകിപ്പോയി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി കാർത്തിക ദിനാശംസകൾ പറഞ്ഞുകൊണ്ട് ടാറ്റാ പറഞ്ഞോ. ചേച്ചി പറഞ്ഞു ആ കമ്മല് അത് ഞാനിപ്പോ എടുക്കാം. ഇല്ല, കുറച്ച് ഭാഗങ്ങളായിട്ട് സെപ്പറേറ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാവേ. ഇല്ല മക്കളെ, പക്ഷെ ഒറ്റ ഷോട്ടിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട്. പക്ഷെ കുറച്ചുകൂടെ ഒന്ന് ഒരു 5 മിനിറ്റെങ്കിലും പ്രാക്ടീസിന് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ആ കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ എടുക്കുന്ന കുറച്ച് ഷോട്ട് കൂടെ ആയിട്ട് ആഡ് ചെയ്ത് ക്ലിയർ ചെയ്യാം.